ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് തേഴ്സ്ഡേ, അതായത് നാളെ വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്താണ്, സോ എന്തൊക്കെ പാക്ക് നമ്മുടെ ഗെയിമിൽ നാളെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാളെയാണ് നമ്മുടെ അപ്ഡേറ്റ് വരുന്നത്. നമ്മുടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗെയിമിൽ കണ്ടിട്ടുണ്ടാവും, നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾക്ക് നാളെ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ, നിങ്ങൾ വലിയ ഹോപ്പൊന്നും വെക്കണ്ട. ചെറിയൊരു അപ്ഡേറ്റ് ആണ്, അതായത് ചെറിയൊരു MB അപ്ഡേറ്റ് ആയിരിക്കും, വലിയ GB ഒന്നും ആയിരിക്കത്തില്ല. സോ അപ്ഡേറ്റിന്റെ പേര് 4.3.0 എന്നാണ്. സോ ഇതാണ് നമുക്ക് നാളെ വരാൻ പോകുന്ന അപ്ഡേറ്റ്. സോ ഇത് നമുക്ക് നാളെ എന്തായാലും നമ്മുടെ ഗെയിം എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മെയിൻ സംഭവം, അതായത് നാളത്തെ അപ്ഡേറ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതാണ്. അതായത് നമുക്ക് നാളെ ഒരു ഫ്രീ ചാൻസ് ഡീൽ കിട്ടും. അതായത് നാളെ നമുക്ക് ഏത് പാക്കാണോ വരുന്നത്, അതായത് ഷോർട്ട് ടൈം ആണോ എപ്പിക് ആണോ വരുന്നത്, അതിന്റെ ഒരു ഫ്രീ പാക്കിന്റെ ഒരു ചാൻസ് ഡീൽ നമുക്ക് നാളെ കിട്ടും. സോ അതാണ് നാളത്തെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീ റിവാർഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നാളെയാണ് മറ്റേ സംഭവം, അതായത് നിങ്ങൾ എല്ലാവരും ചോദിച്ച ആ മെയിൻ സംഭവം, അതായത് നമുക്ക് കൺട്രിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ആ ഒരു ഓപ്ഷനിൽ. സോ അത് നാളെയാണ് കേട്ടോ. അതായത് നാളെ ആ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഏത് കൺട്രിയാണ് ചൂസ് ചെയ്യേണ്ടത്, സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഒരുപാട് പേര് ജപ്പാൻ ഒക്കെ എടുക്കാൻ നോക്കിയിരിക്കുന്നുണ്ട്. സോ ആ ഒരു ഇത് നാളെ ആയിരിക്കും. ഓക്കെ, സോ നാളെയാണ് ആ ഒരു ഡേറ്റ്. സോ നാളെ നിങ്ങൾ ഏത് കൺട്രി ചൂസ് ചെയ്യുന്നോ അത് വെച്ചിട്ടായിരിക്കും പിന്നീട് നിങ്ങളുടെ ആ ഒരു കൺട്രി, ആ ഒരു ഗെയിമിലെ കൺട്രി വരാൻ പോകുന്നത്. സോ ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കൺട്രിയിലോട്ട് മാറ്റാതിരിക്കുകയാണെങ്കിൽ നാളെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നാളെയാണ് എന്റെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ജപ്പാനൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. സോ എന്റെ റെക്കമെൻഡേഷൻ ആണ് നിങ്ങൾ ഇന്ത്യയിൽ തന്നെ കളിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നാളൊക്കെ വരും. ഇതുവരെ കറന്റ് ഒരു ഇഷ്യൂസും ഇല്ല. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൺട്രി വേറെയാണ് കിടക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം നിങ്ങൾ നിങ്ങൾ ഇന്ത്യ ഇട്ട് തന്നെ കളിക്കാൻ നോക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ജപ്പാനായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിട്ടിട്ട് നോക്കാം. കാരണം ജപ്പാനിൽ ഒരുപാട് ഫ്രീ റിവാർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് ഇടാൻ താല്പര്യമുണ്ട്. സോ അപ്പൊ നിങ്ങൾ സ്വന്തം റിസ്കിൽ മാത്രം ആ ഒരു സംഭവം ഇടാം. ഓക്കെ, കൺട്രി ചേഞ്ചും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് ആണ്. സോ ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണ ഒരു പ്രഡിഷൻ കാര്യങ്ങളൊക്കെ പറയാൻ. സോ ഇതിൽ നമ്മുടെ വിക്ടർ ഓസ്മോന്റെ ഒരു CF കാർഡ് വരുന്നുണ്ട്. പിന്നെ മൈക്കിൾ മെറീനോന്റെ CF കാർഡ്, പിന്നെ നമ്മുടെ ആന്റണി വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഫ്രാൻസിസ്കോ കൊസൈക്കോ. സോ അങ്ങനത്തെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ നാളെ വരുന്നുണ്ട് പ്ലേ ഓഫ് ദി വീക്ക്. സോ ജസ്റ്റ് പ്രഡിഷൻ മാത്രമാണ് കേട്ടോ, ഇത് കറക്റ്റ് വരുന്നല്ല, ജസ്റ്റ് പ്രഡിക്ഷൻ ആണ് നമുക്ക് കിട്ടിയ സോഴ്സ് വെച്ച് പ്രഡിഷൻ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ്, അതായത് നാളത്തെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് രണ്ട് തരത്തിൽ വരാം. ഒന്നാമത് നമ്മുടെ ബ്രസീൽ ക്യാമ്പയിൻ, ബ്രസീലിന്റെ ആ ഒരു കാർണിവൽ ക്യാമ്പയിൻ ഇല്ലേ. സോ ഇത് വരാൻ നാളെ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. കാരണം അവര് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോ നാളെയാണ് ആ ഡേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിരിക്കും. കുറെ ട്വിറ്റർ നോക്കിയപ്പോ നാളെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും നാളെ വരാനാണ് കുറച്ചും കൂടെ ചാൻസ് ഈ ഒരു കാർണിവലിന്റെ ഇവന്റ് കാര്യങ്ങളൊക്കെ. ബ്രസീലിന്റെ ഇവന്റ് ആയിരിക്കും കേട്ടോ. ബ്രസീലിന്റെ ഈ ഒരു ഇവന്റ് കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് തന്നതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് ഫ്രീ കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെയ്മറിന്റെ ചിലപ്പോൾ ഒരു ഫ്രീ കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം നമുക്ക് നെയ്മർ തന്നിരുന്നു. പിന്നെ നെയ്മർ ഓൾറെഡി അംബാസഡർ ആയതുകൊണ്ട് മിക്കവാറും നെയ്മറിന്റെ ഒരു കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പെങ്കിൽ അത് നമ്മുടെ സാന്റോസിന്റെ കാർഡ് തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ നെയ്മർ പുതുതായി ട്രാൻസ്ഫർ ചെയ്ത് പോയല്ലോ. സോ അതിന്റെ ബേസിസിൽ കാർഡ് ആയിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിമിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാർഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നാളെ. പിന്നെ എന്ന് പറയുമ്പോൾ നാളത്തെ പാക്കും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് ജസ്റ്റ് റൂമർ ആണ് കേട്ടോ. സോ നാളെ ബ്രസീലിന്റെ ടീം പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മുടെ റൊണാൾഡീനോ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ റൊമാരിയോ, ഡെനിൽസൺ ഒക്കെയാണ് വരുന്നത്. സോ ജസ്റ്റ് ഒരു ഒരു കോൺസെപ്റ്റ് ആർട്ട് ആണ് ഇത്, വരുന്നല്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. കുറെ സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു ഈ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് വരാൻ അത്യാവശ്യം ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നാളെ നമ്മുടെ ബ്രസീലിന്റെ ക്യാമ്പയിൻ വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പൊ ഇതിന്റെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഫ്രീ ചാൻസ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു സംഭവം. പിന്നെ എന്തായാലും നമുക്ക് ഒരു ബ്രസീലിന്റെ ഹൈലൈറ്റ് കാർഡ് ഫ്രീ ആയിട്ട് കിട്ടും. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലേസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. ചിലപ്പോൾ നെയ്മർ ആയിരിക്കും, ചിലപ്പോൾ നെയ്മറിന്റെ കാർഡ് തരാൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം നാളെ വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെയാണ് നാളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മറ്റേ സംഭവം, നമ്മുടെ FC ബയേന്റെ ഒരു ആനിവേഴ്സറിയുടെ സംഭവം. സോ ഇത് മിക്കവാറും നാളെ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, മിക്കവാറും വരാൻ ചാൻസ് നമ്മൾ ആ ഒരു നമ്മളിപ്പോ ഗൂഗിളിൽ നോക്കിയപ്പോ നമ്മുടെ ബയന്റെ ആനിവേഴ്സറി 27-ാം തീയതി, ഫെബ്രുവരി 27 ഓക്കെ, നാളെ ജസ്റ്റ് 20 ആവുന്നത്. സോ നെക്സ്റ്റ് വീക്കിലേക്കാണ് ചിലപ്പോങ്കിൽ ഈ ഒരു ബയന്റെ ആനിവേഴ്സറിയുടെ ക്യാമ്പയിൻ വരാൻ ചാൻസ്. സോ അങ്ങനെയാണ് വരുന്നതെങ്കിൽ
നമുക്ക് നെക്സ്റ്റ് വീക്കിലായിരിക്കും നമ്മുടെ ഈ ഒരു മാനേജർ പാക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നത്. നമ്മുടെ വിൻസെന്റ് കമ്പനിയുടെ ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിലെ എന്താണ് ഈ നമ്മുടെ ഇന്ററിന്റെയും കൂടെ വരാനുള്ളൂ മാനേജർ. സോ ഈ ഒരു പുള്ളിയും കൂടെ വന്നിട്ടുണ്ട്, പിന്നെ ഇന്ററിന്റെയും കൂടെ വരാനുള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് മാനേജർ പാക്ക് ഒക്കെ മേടിക്കാൻ നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു മാനേജർ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താ, പിന്നെ ഇതിന്റെ ടീം പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് ഗെയിം വന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആർട്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കേസ്. പിന്നെ എന്ന് പറയുമ്പോ എന്താണ് വേറെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ നാളെ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ കൺട്രിയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജപ്പാനായിട്ട് കളിക്കണമെങ്കിൽ ജപ്പാനായിട്ട് കളിക്കാം, സ്വന്തം റിസ്കിൽ എടുക്കുക. എന്നാലും ഇന്ത്യയാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കുറച്ച് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് ഈ പറയുന്ന ലീഗും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് നമ്മൾ വലിയധികം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമ്മളധികം ബാധിക്കത്തൊന്നുമില്ല. സോ ഇത് ജസ്റ്റ് അവർ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ സംഭവം. അപ്പൊ നാളെ ഒരു മൈനർ അപ്ഡേറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പാക്ക് ഒക്കെ വന്നാൽ നമുക്ക് ഇറക്കാം. ഒരു ഫ്രീ ചാൻസ് ഡീലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.